വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPIM. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഇടെയാണ് KPCCയുടെ ഉപസമിതി ഇന്ന് വയനാട്ടിൽ ചേരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, സണ്ണി ജോസഫ്, K ജയന്ത് എന്നിവരുൾപ്പെട്ട സമിതിയാണ് തെളിവെടുപ്പ് നടത്തുക. സുർജിത്ത് അയ്യപ്പത്താണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ അത് കോൺഗ്രസിനെ പിടിച്ചുലച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചതാണ്, ഈ 4 അംഗ സമിതിയെ. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യാ കുറിപ്പടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അത് വലിയ രാഷ്ട്രീയ ആയുധമായി CPM മറുഭാഗത്ത് ഉയർത്തിയിട്ടുമുണ്ട്. ഇന്ന് നൈറ്റ് മാർച്ച്, അതേസമയം കോൺഗ്രസിന്റെ ഉപസമിതി അവിടെ എത്തുന്നുമുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ്, ആരുടെയൊക്കെ മൊഴിയെടുക്കും, വീടുകളിലേക്ക് പോകുന്നു എന്നൊക്കെ നേരത്തെ വ്യക്തമായതാണ്. നേതാക്കൾക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം ഉള്ളപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ച ഉപസമിതിയാണ് ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, ഒപ്പം തന്നെ TN പ്രതാപൻ, സണ്ണി ജോസഫ്, K ജയന്ത് എന്നിവരുൾപ്പെട്ട 4 അംഗ സമിതിയാണ് തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നത്. രാവിലെ 10 മണിയോടെ DCC ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിനുശേഷം പാർട്ടി നേതാക്കളുമായി കൂടിയാലോചന നടത്തും. അതിനുശേഷം NM വിജയന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഉപസമിതി അന്വേഷണവുമായി എത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട്, അതോടൊപ്പം തന്നെ വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ഒരു അറസ്റ്റ് ആവശ്യപ്പെട്ടും CPIM ഇന്ന് വൈകിട്ട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. CPM ഇത് ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. തുടർന്ന് മനുഷ്യചങ്ങല അടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് CPIM. അതിൽ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും അതോടൊപ്പം തന്നെ ഈ കത്തുകളും എല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കാനും പോലീസും വിജിലൻസും തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ കയ്യക്ഷരമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഈ കുറിപ്പിലെ കയ്യക്ഷരം അത് താരതമ്യം പഠനം നടത്തുന്നതിനായി കോടതിയിൽ അതിനായുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 പരാതിക്കാരുടെ മൊഴി ഇതിനകം തന്നെ വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീറ്റർ ജോർജ്, ബിജു, പത്രോസ്, ഐസക് എന്നിവരുടെ മൊഴിയാണ് ഇതിനകം തന്നെ വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 പേരും നിയമനത്തിനായി പണം NM വിജയന് കൈമാറി എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. NM വിജയനിൽ നിന്ന് പണം എവിടേക്ക് പോയി എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിക്കാനുള്ള നീക്കം നടത്തുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ കൂടുതൽ പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതിലും അന്വേഷണം തുടരുന്നുണ്ട്. പ്രജിൻ, പ്രവിത. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. എന്തായാലും ഇന്ന് ഉപസമിതി എത്തുന്നതോടുകൂടി ആ വിഷയം അത് കൃത്യമായി കോൺഗ്രസ് രേഖപ്പെടുത്തും എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൽ പ്രതികരണങ്ങളൊക്കെ ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്.